കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവൻ ഇവൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത് വെറും സംസ്കാരമില്ലായ്മയും തറവാടിത്തമില്ലായ്മയുമാണെന്നും മുൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മുഖ്യമന്ത്രി എന്ന പദവിക്ക് ഏതു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും അർഹമായ മര്യാദയും അന്തസ്സും നൽകാൻ തയ്യാറാകണം. മുഖ്യമന്ത്രി ഒരാളുടെ കാല് പിടിക്കണമെന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ലെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പരാമർശങ്ങളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി നൽകിയില്ലെന്ന NSS നേതൃത്വത്തിന്റെ വാദങ്ങളെയും ഗണേഷ് കുമാർ തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി എപ്പോഴും തിരക്കുള്ള വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് സമയം അനുവദിക്കുന്നതിൽ പ്രായോഗികമായ പല പരിമിതികളും ഉണ്ടാകുമെന്നും നമ്മൾ മനസ്സിലാക്കണം. താൻ മുൻപ് മന്ത്രിയായും MLA ആയും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അക്കാലത്ത് പല മുഖ്യമന്ത്രിമാരുടെയും വലിയ തിരക്കുകൾ താൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തന്റെ അഡ്രസ് കളയുമെന്ന സുകുമാരൻ നായരുടെ ഭീഷണിക്കും കൃത്യമായ മറുപടി നൽകാൻ ഗണേഷ് കുമാർ മറന്നില്ല. തന്റെ ഒന്നാമത്തെ അഡ്രസ് ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് എന്നത് തന്നെയാണ്. 19-ാം വയസ്സിൽ അഭിനയ രംഗത്തെത്തി സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ലോകമറിയുന്ന ഒരു കലാകാരനായി മാറി എന്നതാണ് രണ്ടാമത്തെ അഡ്രസ്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. തനിക്ക് ജനങ്ങളുടെ ഔദാര്യം മാത്രമാണുള്ളത്. അത് മറ്റാരുടെയും ഔദാര്യം കൊണ്ടോ വളഞ്ഞ വഴികളിലൂടെയോ ഉണ്ടായതല്ലെന്നും അതുകൊണ്ട് തന്നെ തന്റെ അഡ്രസ് ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പിന്തുണച്ചും ഗണേഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. വി.ഡി. സതീശൻ കഴിഞ്ഞ 25 വർഷത്തിലധികമായി തന്റെ വ്യക്തിപരമായ സുഹൃത്താണ്. താൻ അറിയുന്ന സതീശൻ NSS ആസ്ഥാനത്തേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ല. അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ അതിന് അനുവദിക്കില്ലെന്നും സതീശൻ തന്റെ ആദർശം വിട്ട് പ്രവർത്തിക്കുന്ന ആളല്ലെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. എന്നാൽ വ്യക്തിപരമായ സൗഹൃദത്തിനപ്പുറം അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രിയായി കാണുന്നതാണ് മര്യാദയെന്നും അദ്ദേഹം ചില പരാമർശങ്ങളിൽ കൂട്ടിച്ചേർത്തു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗണേഷ് കുമാറിനെ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് നാടകീയമായി പുറത്താക്കിയത്. കാലാവധി കഴിഞ്ഞതാണ് കാരണം എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചതെങ്കിലും ഗണേഷ് കുമാറിനൊപ്പം കാലാവധി കഴിഞ്ഞ മറ്റ് 8 പേർക്കും അംഗത്വം പുതുക്കി നൽകിയപ്പോൾ ഗണേഷിനെ മാത്രം മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. കുന്നത്തൂർ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VRK ബാബുവിനെയാണ് ഗണേഷ് കുമാറിന് പകരം ഡയറക്ടർ ബോർഡിൽ എടുത്തത്. സ്ഥാനമാനങ്ങൾ താൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലെന്നും എന്നും NSSനൊപ്പം തന്നെ തുടരുമെന്നാണ് അന്ന് ഗണേഷ് പ്രതികരിച്ചത്. MLA ആയിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും NSS നേതൃനിരയുടെ മുൻപന്തിയിലുണ്ടായിരുന്ന ഗണേഷ് കുമാർ കുറെ നാളുകളായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കടുത്ത വിയോജിപ്പിലാണ്. പത്തനാപുരത്തെ പത്മ കഫേ നിർമ്മാണത്തിലെ അഴിമതി ആരോപണവും ഇതിനെ തുടർന്ന് താലൂക്ക് യൂണിയൻ അംഗങ്ങൾ ഭൂരിഭാഗവും രാജിവെച്ചതും NSS നേതൃത്വത്തെ ചോടിപ്പിച്ചിരുന്നു. പലതവണ ഗണേഷ് കുമാർ അനുനയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും സുകുമാരൻ നായർ വഴങ്ങിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയതും അതിനു പിന്നാലെ പരസ്യമായ വാക്പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും.